Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. Death of 9-year-old girl. 9 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയുടെ മരണം. ആഫ്റ്റർ ടേക്കിംഗ് ഇഞ്ചക്ഷൻ. കുത്തിവെപ്പ് എടുത്തതിനു ശേഷം ഒരു 9 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി മരണപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കംസ് ഔട്ട് വിത്ത് എക്സ്പ്ലനേഷൻ. എക്സ്പ്ലനേഷൻ എന്ന് വെച്ചാൽ വിശദീകരണം. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദീകരണവുമായി വരുന്നു. ഈ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം ഈ പെൺകുട്ടി മരണപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റല് വിശദീകരണവുമായി വന്നു. ആലപ്പുഴ. ഹോസ്പിറ്റൽ അതോറിറ്റീസ്. ഹോസ്പിറ്റൽ അധികാരികൾ ഹാവ് ഇഷ്യൂഡ് പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ പറഞ്ഞു, ഇതൊക്കെയാണ് അർത്ഥം. എ സ്റ്റേറ്റ്മെൻറ്റ് ഒരു മൊഴി റിഗാർഡിംഗ് ദ ഡെത്ത് ഓഫ് 9-year-old ഗേൾ. റിഗാർഡിംഗ് എന്നാൽ അതുമായി ബന്ധപ്പെട്ട് എന്നുള്ള അർത്ഥമാണ്. ഈ 9 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ അധികാരികൾ പറഞ്ഞു, അതുമായിട്ട് മൊഴി രേഖപ്പെടുത്തി. ഹു ആസ് പെൺകുട്ടി വാസ് അണ്ടർഗോയിങ് ട്രീറ്റ്മെൻറ്റ് ചികിത്സയിലായിരുന്നു അറ്റ് എ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇൻ കായംകുളം. കായംകുളത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഈ കുട്ടി ചികിത്സയിലായിരുന്നു. ആ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ അധികാരികൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അറിയിച്ചു. അവർക്ക് പറയാനുള്ള കാര്യം പറഞ്ഞു. ദ മാനേജ്മെൻറ്റ് ഓഫ് എബ്നസർ ഹോസ്പിറ്റൽ ക്ലാരിഫൈഡ്. ഈ എബ്നസർ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് വ്യക്തമാക്കി. ക്ലാരിഫൈഡ് ദാറ്റ് ദ ഗേൾ ആദിലക്ഷ്മി എന്നു പേരുള്ള ഈ പെൺകുട്ടി എ നേറ്റീവ് ഓഫ് ചെറവല്ലി സ്വദേശിയാണ്. ഈ പെൺകുട്ടി ഡൈഡ് മരണപ്പെട്ടു. ഡ്യൂ ടു എന്നാൽ കാരണത്താൽ എന്നുള്ള അർത്ഥമാണ്. ഡ്യൂ ടു കാർഡിയാക് അറസ്റ്റ്. ഈ കാർഡിയാക് അറസ്റ്റ് കാരണം ഈ പെൺകുട്ടി മരണപ്പെട്ടു എന്ന് എബ്നസർ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് വ്യക്തമാക്കി. ആദിലക്ഷ്മി പാസ്ഡ് അവേ എന്നാൽ മരിച്ചുപോയി എന്നുള്ള അർത്ഥമാണ്. മരണപ്പെട്ടു ഏർലി ദിസ് മോർണിംഗ് ഇന്ന് രാവിലെ മരണപ്പെട്ടു. ഈ പെൺകുട്ടി ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു എന്ന് ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് വ്യക്തമാക്കി. ഹവവർ എന്നാൽ ദ ഗേൾസ് റിലേറ്റീവ്സ് ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഹാവ് റേസ്ഡ് അലഗേഷൻസ് എന്നാൽ ആരോപണങ്ങൾ എന്നുള്ള അർത്ഥമാണ്. എന്നാൽ ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ആരോപണങ്ങൾ ഉയർത്തി എഗെയിൻസ്റ്റ് ദ ഹോസ്പിറ്റൽ ഈ ഹോസ്പിറ്റലിന് എതിരായിട്ട് ആരോപണങ്ങൾ ഉയർത്തി. അവർ ബന്ധുക്കൾ ക്ലെയിംഡ് ദാറ്റ് അവർ പറഞ്ഞു വാദിച്ചു ഈ മരണപ്പെട്ട ആദിലക്ഷ്മി ഹു വാസ് അഡ്മിറ്റഡ് വിത്ത് എ ഫീവർ എന്നാൽ പനിയുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. ഈ പെൺകുട്ടി ഹാഡ് റിപ്പീറ്റഡ്ലി ഷോൺ ഈ അഡ്മിറ്റ് ചെയ്യപ്പെട്ട പെൺകുട്ടി തുടർച്ചയായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു സൂചനകൾ അടയാളങ്ങൾ ഓഫ് ഡിസ്കംഫർട്ട് ഡ്യൂറിങ് ട്രീറ്റ്മെൻറ്റ്. ഡിസ്കംഫേർട്ട് എന്നാൽ ശാരീരിക അസ്വസ്ഥം എന്നുള്ള അർത്ഥമാണ്. ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതയുടെ ലക്ഷണങ്ങൾ ചികിത്സയ്ക്കിടയിൽ ഈ കുട്ടി തുടർച്ചയായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഡ്യൂറിങ് ട്രീറ്റ്മെൻറ്റ് എന്നാൽ ചികിത്സയ്ക്കിടയിൽ. ആദിലക്ഷ്മി വാസ് ദ ഡോട്ടർ ഓഫ് ചെറവല്ലി നേറ്റീവ് അജിത് ആൻഡ് ശരണ്യ. ചെറവല്ലി സ്വദേശികളായിട്ടുള്ള അജിത്തിൻ്റെയും ശരണ്യയുടെയും മകളാണ് ഈ മരണപ്പെട്ട ആദിലക്ഷ്മി. ഷീ വാസ് അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. ഓൺ തേഴ്സ്ഡേ വ്യാഴാഴ്ച ആഫ്റ്റർ ഡെവലപ്പിംഗ് എ ഫീവർ ആൻഡ് സ്റ്റൊമക്ക് പെയിൻ എന്നാൽ വയറുവേദന. ഫീവർ എന്ന് വെച്ചാൽ പനിയും വയറുവേദനയും അനുഭവപ്പെട്ടു വ്യാഴാഴ്ച. അതിനെ തുടർന്ന് ഈ കുട്ടിയെ വ്യാഴാഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അക്കോർഡിംഗ് ടു ദ ഫാമിലി
കുടുംബം ബന്ധുക്കൾ പറയുന്ന വിവരമനുസരിച്ച് ദ ഹോസ്പിറ്റൽ അതോറിറ്റീസ് ആശുപത്രി അധികാരികൾ ഹാഡ് അഷ്യൂർഡ്. അഷ്യൂർ എന്നാൽ ഉറപ്പു നൽകുക എന്നുള്ള അർത്ഥമാണ്. ദൃഢീകരിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ദം എന്ന് വെച്ചാൽ അവരെ, ബന്ധുക്കളെ. കുടുംബം പറയുന്നത് പ്രകാരം ഈ ഹോസ്പിറ്റൽ അധികാരികൾ ബന്ധുക്കൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ദാറ്റ് സ്കാനിങ് ആൻഡ് അതർ ടെസ്റ്റ്സ്, മറ്റുള്ള ടെസ്റ്റുകളും സ്കാനിങ് റിപ്പോർട്ടുകളും അതിൽ ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ആ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഡിഡ് നോട്ട് റിവീൽ എനി കോംപ്ലിക്കേഷൻസ്. റിവീൽ എന്നാൽ വെളിപ്പെടുത്തുക, തെളിയിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഡിഡ് നോട്ട് റിവീൽ എന്നാൽ വെളിപ്പെടുത്തിയില്ല, തെളിയിച്ചിട്ടില്ല, ഇതൊക്കെയാണ് അർത്ഥം. എനി കോംപ്ലിക്കേഷൻ, ഒരു മോശമായിട്ടുള്ള അവസ്ഥയും ഒരു കുഴപ്പങ്ങളും ഈ ടെസ്റ്റുകളിൽ കാണിച്ചിട്ടില്ല, തെളിയിച്ചിട്ടില്ല എന്ന് ഈ ഹോസ്പിറ്റൽ അധികാരികൾ ബന്ധുക്കൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു, അവരോട് മുമ്പ് പറഞ്ഞിരുന്നു. ഇത് കുടുംബം പറയുന്ന വിവരമനുസരിച്ചിട്ടുള്ള റിപ്പോർട്ടാണ്. അതാണ് അക്കോർഡിംഗ് ടു ദ ഫാമിലി. ദിസ് മോർണിംഗ്, ഇന്ന് രാവിലെ ദ ഗേൾ വാസ് അഡ്മിനിസ്റ്റേർഡ് ആൻ ഇഞ്ചക്ഷൻ. അഡ്മിനിസ്റ്റർ എന്നാൽ ഇവിടെ മരുന്ന് നൽകുക എന്നുള്ള അർത്ഥമാണ്. ദ ഗേൾ വാസ് അഡ്മിനിസ്റ്റേർഡ് ആൻ ഇഞ്ചക്ഷൻ. ഈ പെൺകുട്ടിക്ക് ഒരു ഇഞ്ചക്ഷൻ നൽകി. ആഫ്റ്റർ ഫോളിങ് അസ്ലീപ്പ്, അങ്ങനെ ഉറങ്ങി. അതിനെ തുടർന്ന് ഈ കുട്ടി ഉറങ്ങി. ആ കുട്ടിക്ക് ഒരു ഒരു ഇഞ്ചക്ഷൻ കുത്തിവെച്ചു. അതിനെ തുടർന്ന് ആ കുട്ടി ഉറങ്ങി. ഷീ ഡിഡ് നോട്ട് വേക്കപ്പ്. വേക്കപ്പ് എന്നാൽ ഉറക്കമുണരുക എന്നുള്ള അർത്ഥം. ഷീ ഡിഡ് നോട്ട് വേക്കപ്പ്, ആ കുട്ടി ഉറക്കമുണർന്നില്ല. ഡോക്ടേഴ്സ് കൺഫേംഡ്, ഡോക്ടർമാർ സ്ഥിരീകരിച്ചു ഹെർ ഡെത്ത്, അവളുടെ മരണം, ആ കുട്ടിയുടെ മരണം ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. അപ്പോൾ എക്സാമിനേഷൻ, ഈ പരിശോധന നടത്തിയതിന് ശേഷം ഡോക്ടർമാർ ഈ കുട്ടിയുടെ മരണം വെളിപ്പെടുത്തി. കുട്ടി മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചു. ഫോളോവിങ് ദി ഇൻസിഡൻറ്റ്, ഈ സംഭവത്തെ തുടർന്ന് ടെൻഷൻസ്, സംഘർഷങ്ങൾ, സംക്ഷോഭങ്ങൾ, ഫ്ലയർ എന്നാൽ അർത്ഥം കത്തിപ്പടരുക എന്നുള്ള അർത്ഥം. ടെൻഷൻസ് ഫ്ലയേഡ്, സംഘർഷങ്ങൾ കത്തിപ്പടർന്നു, സംക്ഷോഭങ്ങൾ ഉണ്ടായി. അറ്റ് ദ ഹോസ്പിറ്റൽ, ഈ ഹോസ്പിറ്റലിൽ ഈ സംഭവത്തെ തുടർന്ന് സംക്ഷോഭങ്ങൾ ഉണ്ടായി. റിലേറ്റീവ്സ് ഓഫ് ദ ചൈൽഡ്, ഈ കുട്ടിയുടെ ബന്ധുക്കൾ കൺഫ്രണ്ടഡ് ദ അതോറിറ്റീസ്. കൺഫ്രണ്ട് എന്നാൽ ഇവിടെ നേരിടുക എന്നുള്ള അർത്ഥമാണ്. റിലേറ്റീവ്സ് ഓഫ് ദ ചൈൽഡ് കൺഫ്രണ്ടഡ് ദ അതോറിറ്റീസ്, ഈ അധികാരികളെ, ഹോസ്പിറ്റൽ അധികാരികളെ ഈ കുട്ടിയുടെ ബന്ധുക്കൾ നേരിട്ടു. ബ്രോക്ക്, പൊട്ടിച്ചു. എ ഹോസ്പിറ്റൽ വിൻഡോ എന്ന് വെച്ചാൽ ജനൽ, ഒരു ആശുപത്രിയുടെ ഒരു ജനൽ പൊട്ടിച്ചു. ആൻഡ് ക്രിയേറ്റഡ് എ കൊമോഷൻ എന്നാൽ അർത്ഥം കലഹം, കുഴപ്പം, ഇതൊക്കെയാണ് അർത്ഥം. കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു. ആശുപത്രിയിൽ പ്രശ്നങ്ങൾ, ബഹളങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ഈ കുട്ടിയുടെ ബന്ധുക്കൾ ഹോസ്പിറ്റൽ അധികാരികളെ കൈകാര്യം ചെയ്തു. ആശുപത്രിയുടെ ഒരു ജനൽ പൊട്ടിക്കുകയും ചെയ്തു. ദ ഫാമിലി ഹാസ് സ്റ്റേറ്റഡ്, ബന്ധുക്കൾ പറഞ്ഞു ദാറ്റ് ദേ വിൽ ഫയൽ എ കംപ്ലൈൻറ്റ്, അവർ ഒരു പരാതി നൽകും വിത്ത് ദ ഹെൽത്ത് മിനിസ്റ്റർ ആൻഡ് ദ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ. ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർക്കും ഹെൽത്ത് മിനിസ്റ്റർക്കും ആരോഗ്യമന്ത്രിക്കും അവർ ഒരു പരാതി നൽകുമെന്ന് പറഞ്ഞു. ബന്ധുക്കൾ പറഞ്ഞു പരാതി നൽകുമെന്ന്. ദ ബോഡി ഹാസ് ബീൻ ഷിഫ്റ്റഡ്, ഈ മൃതദേഹം മാറ്റി ടു ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഫോർ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മൃതശരീരം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ആദിലക്ഷ്മി വാസ് എ 3rd grade സ്റ്റുഡൻറ്റ് അറ്റ് ദ ഗവൺമെൻറ് ലോവർ പ്രൈമറി സ്കൂൾ. ഗവൺമെൻറ് ലോവർ പ്രൈമറി സ്കൂളിലെ ഒരു 3rd grade വിദ്യാർത്ഥിയായിരുന്നു ഈ മരണപ്പെട്ട ആദിലക്ഷ്മി.